നമസ്കാരം, ഞാൻ സിമി ജസ്റ്റോ. US വീക്ക്ലി റൗണ്ട് അപ്പ് പവേർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മറ്റൊരു സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ ആഴ്ചത്തെ ഹൈലൈറ്റ്സ്: കാനഡയിലെ ഒന്റാരിയോ പ്രൊവിൻസിലുള്ള ഹാൾട്ടൺ മലയാളി അസോസിയേഷന്റെ 13ാമത് കേരളപ്പിറവി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ പരിസമാപ്തി. ഷിക്കാഗോ KCSന്റെ ജ്ഞാനായ നൈറ്റ് പ്രൗഢഗംഭീരമായി നടത്തപ്പെട്ടു. മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഒന്റാരിയോ സംഘടിപ്പിച്ച സിനർജി 2024ന്റെ ദൃശ്യങ്ങൾ. ഒർലാൻഡോയിൽ നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്കയുടെ പുതിയ ചാപ്റ്റർ ആരംഭിച്ചു. അവർ ഗസ്റ്റിൽ ആശ മാത്യുവിനൊപ്പം അതിഥികളായി എത്തുന്നു ഫോമ പ്രസിഡന്റ് ബേബി മണക്കുന്നേൽ ആൻഡ് ജനറൽ സെക്രട്ടറി ബൈജു വർഗീസ്. കാനഡയിലെ ഒന്റാരിയോ പ്രൊവിൻസിലുള്ള ഹാൾട്ടൺ മലയാളി അസോസിയേഷൻ HMAയുടെ 13ാമത് കേരളപ്പിറവി ആഘോഷങ്ങൾക്ക് വർണ്ണാഭമായ പരിസമാപ്തി. മിൽട്ടണിലുള്ള സെയിന്റ് ഫ്രാൻസിസ് സേവിയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നവംബർ 2 ശനിയാഴ്ച ആഘോഷിച്ച കേരളപ്പിറവി കേരളത്തിന്റെ പൈതൃകവും പരമ്പരാഗത മൂല്യങ്ങളും പ്രതിഫലിപ്പിക്കുന്ന ആവേശോജ്വലമായ ആഘോഷവേദിയായി മാറി. തെയ്യവും കഥകളിയും പൂക്കൾ കൊണ്ട് അലങ്കരിച്ച കമാനവും എന്തിനേറെ കേരളത്തിന്റെ മുഖമുദ്രയായ കൊടിമരവും നിറപറയും ഒരു പൂരനഗരിയുടെ പ്രതീതി ഉണർത്തി. കേരളപ്പിറവിയുടെ നിറക്കാഴ്ചയിലേക്ക് ചുവപ്പ് പരവതാനി വിരിച്ചാണ് സംഘാടകർ ഏവരെയും എതിരേറ്റത്. ഈ പരിപാടിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ചേരുന്നു സേതു വിദ്യാസാഗറിനൊപ്പം RJ ലാലു. ഇങ്ങ് കാനഡയിൽ ഇവിടെ ഹാൾട്ടൺ മലയാളി അസോസിയേഷന്റെ നേതൃത്വത്തിൽ കേരളപ്പിറവി ആഘോഷിക്കുകയാണ്. ലോകത്ത് മറ്റൊരു അസോസിയേഷനും ഇത്തരത്തിൽ വിപുലമായി കേരളപ്പിറവി ആഘോഷിക്കാറില്ല. കേരളപ്പിറവി ആഘോഷത്തിന്റെ വിവിധ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് പോകാം. എങ്ങനെയാണ് കേരളപ്പിറവി ഇത്തവണ വ്യത്യസ്തമാകുന്നത്? താങ്ക് യു ലാലു. എല്ലാ വർഷത്തെയും പോലെ പുതുമയാർന്ന പ്രോഗ്രാമുകൾ അവതരിപ്പിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഉദ്ദേശം. അൺലൈക്ക് എനി അതർ ഇവൻറ്റ്സ്, ഞങ്ങൾ 95% of the people who are participating in the events come from the community itself. So last 4 months ആയിട്ട് ഞങ്ങൾ റിഗറസ് പ്രാക്ടീസിലാണ് in terms of ensuring that they could put to their best show. So our theme for this year എന്ന് വെച്ചാൽ women empowerment and giving back to the nature ആണ്. So with respect to that we have a lot of programs. We have Kathakali, we have Theyyam, we have classical dances, we have semi-classical dances, skit, lot of programs coming out today. എൻ്റെ മോള് ഇന്ന് മലയാളം വായിക്കുകയും പഠിക്കുകയും വായിക്കാനും എഴുതാനും ഒക്കെ മോൾക്കറിയാം. അത് ഓൺലി ബിക്കോസ് ഓഫ് ഹാൾട്ടൺ മലയാളി അസോസിയേഷൻ. സോ ബിസിനസ് വൈസ് അല്ലെങ്കിൽ എനിക്ക് പേഴ്സണൽ റിലേഷൻഷിപ്പുള്ള ഇഷ്ടംപോലെ ആൾക്കാർ അവിടെയുണ്ട്. ആൻഡ് ദ things they are doing, like community tree planting, this Malayalam class, and gym, like in the sense badminton, soccer, all എല്ലാ ആക്ടിവിറ്റീസും ഉണ്ട് എൻ്റെ ആൾക്കാർ ഉൾപ്പെടുത്തിയിട്ടുള്ള. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇപ്പോൾ കേരളപ്പിറവി തന്നെ നിങ്ങൾക്കറിയാം, only one association is doing it, that is HMA. So something different. ഒട്ടേറെ പുതുമകൾ നിറഞ്ഞ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് പാക്കേജ് ആണ് ഇത്തവണ കേരളപ്പിറവിയിൽ ഹാൾട്ടൺ മലയാളീസ് ഒരുക്കിയിരുന്നത്. പ്രായഭേദമന്യേ കലാപ്രതിഭകളാൽ അനുഗ്രഹീതമായ ഹാൾട്ടൺ റീജിയനിൽ 130ഓളം കലാകാരന്മാർ ഒത്തുചേർന്ന് അവതരിപ്പിച്ച മനസ്സിനെയും കണ്ണിനെയും കുളിരണിയിച്ച ഒരു ദൃശ്യ ശ്രവ്യ വിസ്മയമായിരുന്നു ഹാൾട്ടൺ മലയാളീസിന്റെ ഈ വർഷത്തെ കേരളപ്പിറവി സായാഹ്നം. ഒഫീഷ്യലി നമ്മൾ ലൈറ്റിംഗ് ദ ലാമ്പ് സെറമണിയിലേക്ക് കടക്കുകയാണ്. വലിയൊരു കൈയ്യടി കൊടുക്കാം. ക്ലാപ്പ്. ഒഫീഷ്യലി നമ്മൾ ഇവിടെ തുടങ്ങി വെക്കുകയാണ് ഹാൾട്ടൺ മലയാളി അസോസിയേഷന്റെ ഈ വർഷത്തെ കേരളപ്പിറവി ആഘോഷങ്ങൾ. താങ്ക് യു എവരിവൺ. ശബ്ദവും വെളിച്ചവും മാസ്മരികത സൃഷ്ടിച്ച കൗണ്ട് ഡൗണോടുകൂടിയാണ് പരിപാടികൾ ആരംഭിച്ചത്. തുടർന്ന് മെഗാ സ്പോൺസറും കനേഡിയൻ ഹോം റിയാലിറ്റിയുടെ സ്ഥാപകനുമായ ശ്രീ മനോജ് കർത്ത
മറ്റ് സ്പോൺസർമാരുടെയും എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളുടെയും സാന്നിധ്യത്തിൽ നിലവിളക്ക് തെളിയിച്ച് ആഘോഷങ്ങൾക്ക് ഉദ്ഘാടനം നിർവഹിച്ചു. പരിപാടികൾക്ക് രഞ്ജിത്ത് ശ്രീകുമാർ, സുജ രാജൻ, സുധീഷ് പതുപ്പിള്ളിയത്ത്, ജയശങ്കർ വസന്ത് കുമാർ, ജോസഫ് നെല്ലിക്കൽ, അഭിലാഷ് ശശി, വിനീഷ് രാജഗോപാൽ, വിനീത് ഉണ്ണി, കൃഷ്ണകുമാർ, മനീഷ് MS, സന്ദീപ് ചെരുവിൽ, പ്രദീപ് നായർ, വിനയ് വിജയ്കുമാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ഷിക്കാഗോയിലെ ഏറ്റവും വലിയ കലാവേദിയായി മാറിയിരിക്കുന്ന ഷിക്കാഗോ KCSന്റെ ക്നാനായ നൈറ്റ് പ്രൗഢഗംഭീരമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ജെയിൻ മാക്കിലിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ KCCNAയുടെ പ്രസിഡന്റ് ഷാജി എഡാട്ട് ക്നാനായ നൈറ്റ് ഉദ്ഘാടനം ചെയ്തു. 500-ൽ പരം കലാകാരന്മാർ വേദിയിൽ വിവിധ പരിപാടികളിലായി പങ്കെടുത്തുകൊണ്ട് ക്നാനായ നൈറ്റിന് വർണ്ണപ്രഭ ചാർത്തി. ഫാദർ ബിൻസ് ചേത്തലിൽ, KCCNA റീജിയണൽ വൈസ് പ്രസിഡന്റ് സ്റ്റീഫൻ കിഴക്കേക്കുറ്റ് എന്നിവരടക്കമുള്ളവർ പങ്കെടുത്ത പരിപാടിയിൽ നിന്നും അനിൽ മറ്റത്തിക്കുന്നേൽ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. എല്ലാ വർഷവും നവംബർ മാസത്തിൽ നടത്തപ്പെടുന്ന ഷിക്കാഗോയിലെ ക്നാനായ സമൂഹത്തിന്റെ ഉത്സവമാണ് ക്നാനായ നൈറ്റ്. കഴിഞ്ഞ 2 വർഷക്കാലം KCS എന്ന ഈ സംഘടനയെ വളരെ സജീവമായി നിലനിർത്തുവാൻ സാധിച്ചു എന്ന ചാരിതാർത്ഥത്തോടെയാണ് ഞങ്ങൾ വിടവാങ്ങുവാൻ ഒരുങ്ങുന്നത്. എല്ലാ പരിപാടികളും 2 വർഷം കൊണ്ട് ജയിപ്പിച്ചെടുത്ത ജെയിൻ മാക്കിന്റെ നേതൃത്വത്തിലുള്ള എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് ആദ്യമായി ഞങ്ങളുടെ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ സ്നേഹപൂർവ്വം നേരുകയാണ്. They did an excellent job. They supported left and right in my convention. My RVP Stephen Kirekut, he supported me left and right. You all supported me left and right. Whoever came to the convention and even didn't come for the convention, I'm sure you saw it live or probably the recorded videos. I'm not trying to brag about it, but I'm so proud of it. നമ്മുടെ പ്രിയപ്പെട്ട എക്സിക്യൂട്ടീവ് അംഗങ്ങൾക്ക് കഴിഞ്ഞ 2 വർഷത്തെ പ്രവർത്തനത്തിന് ഒരു വലിയൊരു കയ്യടിയും അഭിവാദനങ്ങളും അറിയിച്ചുകൊള്ളുകയാണ്. Over the course of this term, I don't need to tell you all the incredible things we have done because you were right there with us. We had monthly Zoom presentations addressing topics ranging from mental health to physical health and everything in between. I stand before you with the uttermost respect as the KCS Chicago Women's Forum President. It has been a memorable journey. ഒരുപാട് സന്തോഷം ഇന്ന് ഈ വേദിയിൽ നിൽക്കുമ്പോൾ ഷിക്കാഗോ ക്നാനായക്കാരുടെ ഏറ്റവും വലിയ മാമാങ്കമായ KCSന്റെ ക്നാനായ നൈറ്റില് എല്ലാ കാലവും നിങ്ങൾ ഏവരും നൽകി പോരുന്ന സപ്പോർട്ട് വളരെ വലുതാണ്. First and foremost, I want to express my sincere gratitude to KCS Chicago for giving me the opportunity to speak on behalf of KCY. കഴിഞ്ഞ 2 വർഷങ്ങളായി KCSന് നേതൃത്വം നൽകുന്ന ജെയിൻ മാക്കിൽ, ജിനോ കക്കാട്ടിൽ ടീമിന്റെ കാലാവധി പൂർത്തിയായി. ജോസ് ആനമല, മാറ്റ് വിലങ്ങാട്ടുശ്ശേരി ടീമിന്റെ നേതൃത്വത്തിലുള്ള പുതിയ ഭരണസമിതി ഭരമേൽക്കുന്ന സാഹചര്യത്തിൽ
നിലവിലെ ഭരണസമിതിയുടെ പ്രവർത്തനങ്ങളുടെ കലാശക്കൊട്ടലായി ഇത്തവണത്തെ ജ്ഞാനായ നൈറ്റ് മാറി. പരമാവധി ആളുകളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തപ്പെടുന്ന ഈ ജനകീയ കലാസന്ധ്യ പങ്കാളിത്തം കൊണ്ടും കലാമേന്മ കൊണ്ടും ഏറെ വ്യത്യസ്തത പുലർത്തി. Their effort and perseverance is both inspiring and empowering. Our sincere gratitude goes to our choreographers, aka our motivators. പന്നറിറയെ കല്ലും മൂത്തി ആര്യാടിയപ്പവരും നിന്നമ്മമാരും മുന്നേ ಸುಮ್ಮನೆ ನಗ್ತಾಳೆ, ಕದ್ದು ನೋಡ್ತಾಳೆ. US Weekly Roundup powered by PSG Group of Companies ഇനിയൊരിടവേള. Crufey's Law Firm, Chicago. Trusted name for work injuries and personal injury cases, wrongful death cases and much more. Ensuring aggressive financial results. Attorney Stephen Crufey's. Serious lawyer for serious cases. We want a long-term relationship with you. Call us 312-855-0511. Crufey's Law Firm Limited. www.crufeyslaw.com. മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഒന്റാരിയോ മാസോ സംഘടിപ്പിച്ച സിനർജി 2024 ഏറെ ശ്രദ്ധേയമായി. ഒന്റാരിയോ മിനിസ്റ്റർ ഓഫ് ഡൈവേഴ്സിറ്റി കമൽ ഖേര, എംപിമാരായ ദീപക് ആനന്ദ്, പാട്രിക് ബാർനെസ്, ടൊറാൻഡോ ചിൽഡ്രൻസ് എയ്ഡ് സൊസൈറ്റി സിഇഒ ലിസ ടോംലിൻസൺ, ഡോക്ടർ ആഗ്നസ് തോമസ്, ഡോക്ടർ ജോബിൻ വർഗീസ് എന്നിവരും സാമൂഹിക പ്രവർത്തക രംഗത്തെ വിദഗ്ധരും ഈ പരിപാടിയിൽ പങ്കെടുത്തു. മാസ്വോയുടെ പ്രസിഡന്റ് ജോജി എം ജോൺ, വൈസ് പ്രസിഡന്റ് ചാൾസ് തോമസ്, സെക്രട്ടറി കുസുമം ജോൺ, ജോയിന്റ് സെക്രട്ടറി അരുൺ ബാലകൃഷ്ണൻ, വർഗീസ് ജേക്കബ്, ഡോക്ടർ ബ്രിൻഡ നെൽസൺ എന്നിവരുടെ നേതൃത്വത്തിലാണ് സിനർജി 2024 സംഘടിപ്പിച്ചത്. ടൊറാൻഡോയിൽ നിന്നും സേതു വിദ്യാസാഗർ പകർത്തിയ ദൃശ്യങ്ങളിലേക്ക്. മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ കാനഡ പ്രസന്റ് ചെയ്യുന്ന സിനർജി 2024 2 വർഷത്തിന് ശേഷം കാനഡയുടെ മണ്ണിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ ഒരു വേദിയിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. മിസിസാഗയിലെ സെന്റ് പോൾസ് കൾച്ചറൽ സെന്ററിൽ വെച്ചിട്ടാണ് ഈ ഒരു ഇവന്റ് നടക്കുന്നത്. ഏകദേശം 600ഓളം സോഷ്യൽ വർക്കേഴ്സ് ആണ് ഇവിടെ ഇപ്പോൾ ഒത്തുകൂടിയിട്ടുള്ളത്. മാസോയുടെ പ്രസിഡന്റ് ആയിട്ടുള്ള ജോജിയും സെക്രട്ടറി ചാൾസും ആണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. മാസോയെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് ജോജി ചേട്ടനോട് തന്നെ ചോദിക്കാം.
ചോദിക്കാം. താങ്ക് യു മാവു. മാസോ മലയാളി അസോസിയേഷൻ ഓഫ് സോഷ്യൽ വർക്കേഴ്സ് ഇൻ ഒണ്ടേരിയോ, മലയാളികളായിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സ്, ഒണ്ടേരിയോയിലുള്ള മലയാളികളായിട്ടുള്ള സോഷ്യൽ വർക്കേഴ്സിൻ്റെ അസോസിയേഷനാണ് മാസോ. ഏകദേശം 700ഓളം മലയാളി സോഷ്യൽ വർക്കേഴ്സ് അംഗങ്ങളായിട്ടുള്ള ഒരു അസോസിയേഷനാണ്. മാസോയുടെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ ന്യൂ സോഷ്യൽ വർക്കേഴ്സ് കാനഡയിലേക്ക് വന്നു കഴിയുമ്പോൾ അവരുടെ പ്രൊഫഷണൽ ആയിട്ടുള്ളതും അതുപോലെ തന്നെ സോഷ്യൽ ഇൻ്റഗ്രേഷനും അതുമായിട്ട് ബന്ധപ്പെട്ട സപ്പോർട്ടുകൾ, ഓൺഗോയിങ് പ്രൊഫഷണൽ ഡെവലപ്മെൻറ്റ്, അതുപോലെ തന്നെ നമ്മുടെ സോഷ്യൽ വർക്കേഴ്സിൻ്റെ തന്നെ അവിടെ കരിയർ ജേർണിയിൽ അല്ലെങ്കിൽ അവരുടെ ഒരു ലീഡർഷിപ്പ് ജേർണിയിലൊക്കെ ഓൺഗോയിങ് ആയിട്ടുള്ള സപ്പോർട്ടുകൾ പ്രൊവൈഡ് ചെയ്യുക, മെൻറ്റർഷിപ്പ്, ഗൈഡൻസ്. മോർ ദാൻ ഒരു 600ഓളം ആൾക്കാരെയാണ് ഞങ്ങൾ പാർട്ടിസിപ്പൻസിനാണ് ഇന്നത്തെ ഈ ഒരു ഈവൻറ്റിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ആൾക്കാർ ഓൾറെഡി വന്ന് തുടങ്ങി കഴിഞ്ഞു. ഞങ്ങൾക്ക് 2-3 ജോബ് ബൂത്തുകൾ ഇവിടെയുണ്ട്. പുതുതായി വരുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടി മാസോ ജോബ് ബൂത്തുകൾ, എംപ്ലോയ്മെൻറ്റ് സെൻറ്റേഴ്സ് ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ആൾക്കാർക്ക് വരാനും പുതിയ ആൾക്കാർക്ക് വരാനും റെസ്യൂമെ കൊടുക്കാനും ഒക്കെയുള്ള അവസരങ്ങളുണ്ട്. അതും വളരെ ആഘോഷമായിട്ട് ഇവിടെ നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും മാസോയുടെയും സിനർജിയുടെയും വിശേഷങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ പോയത്. ഏഷ്യാനെറ്റ് ഇനിയും മാസോയുടെ സിനർജി അടുത്ത 2 വർഷത്തിനുള്ളിൽ കവർ ചെയ്യാൻ എത്തുന്നതായിരിക്കും. മൃദുല മധുസൂദനാണ് കാനഡയിലെ ഒന്റാരിയോയിൽ നിന്ന്. കാനഡയിലെ ഒന്റാരിയോ പ്രൊവിൻസിലേക്ക് കുടിയേറിയ മലയാളികളായ സാമൂഹ്യ പ്രവർത്തകരുടെ ഈ കുടുംബ സംഗമത്തിന്റെ ഭാഗമായി മലയാളി സോഷ്യൽ വർക്കേഴ്സ്മാർക്കുള്ള നെറ്റ്വർക്കിംഗ് സെഷനും തുടർന്ന് മാസോ അംഗങ്ങളും കുടുംബാംഗങ്ങളും അവതരിപ്പിച്ച കലാസന്ധിയും നടത്തപ്പെട്ടു. രണ്ടായിരത്തി 19 40ഓളം സോഷ്യൽ വർക്കർമാർ ചേർന്ന് ആരംഭിച്ച മാസോ ഇന്ന് 400-ലധികം മലയാളി സോഷ്യൽ വർക്കർമാർ അംഗങ്ങളായിട്ടുള്ള ഒരു ഔദ്യോഗിക സംഘടനയാണ്. ഒന്റാരിയോയിൽ സോഷ്യൽ വർക്ക് ജോലി എന്ന സ്വപ്നവുമായി എത്തുന്നവർക്ക് തൊഴിൽപരമായ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിനും ജോലി സാധ്യതകൾ കണ്ടെത്തുന്നതിനും ആവശ്യമായ നിർദ്ദേശങ്ങൾ നൽകുക, സോഷ്യൽ വർക്ക് പഠനത്തിനായി എത്തുന്ന ഇന്റർനാഷണൽ സ്റ്റുഡൻസിനും പുതുതായി എത്തുന്ന മലയാളി സോഷ്യൽ വർക്കർമാർക്കും കനേഡിയൻ സോഷ്യൽ വർക്ക് എന്തെന്ന് മനസ്സിലാക്കുന്നതിന് ആവശ്യമായ പിന്തുണ നൽകുക എന്നീ ലക്ഷ്യങ്ങളോടെയാണ് മാസോ പ്രവർത്തിക്കുന്നത്. കൂടാതെ ഒന്റാരിയോയിലെ മലയാളികൾ നേരിടേണ്ടി വരുന്ന മാനസികാരോഗ്യ പ്രശ്നങ്ങൾ, ഗാർഹിക പീഡനം, കുട്ടികളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ എന്നിങ്ങനെയുള്ള മേഖലകളിലും മാസോ ക്രിയാത്മകമായ ഇടപെടലുകൾ നടത്തിവരുന്നു. നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്കയുടെ ഏറ്റവും പുതിയ ചാപ്റ്ററായ ഒർലാൻഡോ റീജിയണൽ ഇന്ത്യൻ നഴ്സ് അസോസിയേഷൻ ഓഫ് അമേരിക്ക ഒറീനായുടെ ഔപചാരികമായ ഉദ്ഘാടനം നടത്തപ്പെട്ടു. വിന്റർ പാർക്ക് കമ്മ്യൂണിറ്റി സെന്ററിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഷെപ്പേർഡ്സ് ഹോപ്പിന്റെ പ്രസിഡന്റ് ഡോണ വാൾഷ് മുഖ്യ അതിഥിയായിരുന്നു. ECPI യൂണിവേഴ്സിറ്റി നഴ്സിംഗ് ഡയറക്ടർ ഡോക്ടർ ലൈല ട്രെയിനർ മുഖ്യപ്രഭാഷണം നടത്തി. ചേംബർലൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും ഡോക്ടർ അൻസു സെബാസ്റ്റ്യൻ, റെവറൻഡ് ഫാദർ ഡോക്ടർ ജേക്കബ് മാത്യു എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു. ഈ പരിപാടിയുടെ കൂടുതൽ വിശേഷങ്ങളുമായി ചേർന്നു ഒർലാൻഡോയിൽ നിന്നും ഏബൽ സോണിയോടൊപ്പം സ്മിത സോണി. ഒർലാൻഡോയിലെ ഇന്ത്യൻ നഴ്സ് സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം
ഇന്ന് ഒരു ചരിത്ര മുഹൂർത്തമാണ്. 9A ചാപ്റ്ററായ ഒർലാൻഡോ റീജിയണൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഒറീനയുടെ ഉദ്ഘാടന വേളയിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ചരിത്രം പരിശോധിച്ചാൽ 19-ാം നൂറ്റാണ്ടിൽ ഫ്ലോറൻസ് നൈറ്റിംഗേൽ തുടങ്ങിവെച്ച നഴ്സിംഗ് എന്ന പ്രൊഫഷൻ രോഗി ശുശ്രൂഷയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ല. ഇൻഫെക്ഷൻ കൺട്രോൾ, പേഷ്യൻ്റ് അഡ്വക്കസി ആൻഡ് ഹോളിസ്റ്റിക് കെയർ have always been the crux of nursing. In this 21st century, with the advancement of science and technology, quality of care has become the core of nursing and healthcare. ഇന്ന് ബെഡ്സൈഡ് നഴ്സസായും അഡ്മിനിസ്ട്രേറ്റേഴ്സായും എഡ്യൂക്കേറ്റേഴ്സായും ഹെൽത്ത് കെയർ പ്രൊവൈഡേഴ്സായും നഴ്സുമാർ വിവിധ മേഖലകളിൽ ശോഭിക്കുന്നു. അതിനാൽ പരസ്പരം സഹകരിച്ച് നഴ്സിംഗ് മേഖലയിൽ മുന്നേറാൻ ഒരു പ്രൊഫഷണൽ ഓർഗനൈസേഷൻ ആവശ്യമാണ് എന്ന ചിന്തയിൽ നിന്നാണ് നാഷണൽ അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ നഴ്സസ് ഓഫ് അമേരിക്കയുടെ ഒരു ചാപ്റ്ററായി ഒർലാൻഡോയിൽ ഒർലാൻഡോ റീജിയണൽ ഇന്ത്യൻ നഴ്സസ് അസോസിയേഷൻ ഓഫ് അമേരിക്ക രൂപീകൃതമായി. Together, we will strive to achieve our shared goal and make a positive impact on healthcare landscape of Orlando. Let this inauguration be the beginning of our journey filled with collaboration, learning and excellence. US Weekly Roundup powered by PSG Group of Companies-ന് മറ്റൊരു ഇടവേള കൂടി. Please stay with us. ഇനി US Weekly Roundup powered by PSG Group of Companies-ൽ our guest with Asha Matthew. നമസ്കാരം. ഏഷ്യനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പ് അവർ ഗസ്റ്റിലേക്ക് ഹാർദവമായ സ്വാഗതം. ഇന്ന് എന്നോടൊപ്പം അതിഥികളായി എത്തിയിരിക്കുന്നത് ഫെഡറേഷൻ ഓഫ് മലയാളി അസോസിയേഷൻസ് ഓഫ് അമേരിക്കാസ് എന്ന ബൃഹത്തായ ഓർഗനൈസേഷൻ്റെ രണ്ട് പവർഫുൾ ലീഡേഴ്സാണ്. സോ ജോയിനിങ് വിത്ത് മീ ഈസ് മിസ്റ്റർ ബേബി മണക്കുന്നേൽ, പ്രസിഡന്റ് ഓഫ് ഫോമ, ആൻഡ് മിസ്റ്റർ ബൈജു വർഗീസ്, ഹു ഇസ് ദ സെക്രട്ടറി ഓഫ് ഫോമ. വെൽക്കം ടു അവർ ഗസ്റ്റ്. താങ്ക് യു. ആദ്യം തന്നെ ബേബി ചേട്ടാ, ഫോമ 2024-2026 പ്രവർത്തനത്തെക്കുറിച്ചും അതിൻ്റെ ഡീറ്റെയിൽസിനെ കുറിച്ചും ഒരു ചെറിയ വിവരണം നൽകാമോ? തീർച്ചയായിട്ടും. 2008 ഫോമ ഹൂസ്റ്റണിൽ ആരംഭിച്ചു. അന്ന് 75ഓളം അംഗസംഘടനകളാണ് ഉണ്ടായിരുന്നത്. ഇന്ന് അത് വളർന്ന് പന്തലിച്ച് 85ഓളം അംഗസംഘടനകളായി. ഓരോ അസോസിയേഷനിലും ഭംഗിയായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നു. 8 കൺവെൻഷൻ നടന്നു. 9ാമത്തെ കൺവെൻഷൻ വരുന്നു. ആ 9ാമത്തെ കൺവെൻഷൻ ഞങ്ങൾ സന്തോഷപൂർവ്വം പറയുന്നു, ഫോമയ്ക്ക് ജന്മം നൽകിയ ഹൂസ്റ്റണിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ മുന്നോടിയായിട്ട് ഞങ്ങൾ 24-26 പ്രവർത്തനോദ്ഘാടനം ഇന്ന് നടത്തി. ഞങ്ങൾ ഉദ്ദേശിച്ച കൂടുതൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു അംഗീകാരമാണ് ഇന്ന് ഞങ്ങൾക്ക് കിട്ടിയത് അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്. അതോടൊപ്പം തന്നെ ഹൂസ്റ്റണിലെ നല്ലവരായ ഞങ്ങളുടെ സുഹൃത്തുക്കളും ഈ പരിപാടിയിൽ പങ്കെടുത്തു. ആ കൺവെൻഷനെ മുന്നിൽ നിർത്തിക്കൊണ്ടുള്ള ഇന്നത്തെ പരിപാടി വിജയത്തിലെത്തിക്കാൻ സാധിച്ചു. ഇന്നുവരെ ഞങ്ങൾക്ക് ഏകദേശം ഞങ്ങൾ തുടങ്ങിയിട്ടേ ഉള്ളൂ. $10,000 വെച്ച് ഏതാണ്ട് 12ഓളം പ്ലാറ്റിനം സ്പോൺസേഴ്സും അതോടൊപ്പം തന്നെ ഒത്തിരി പേര് വിവിധ വിധത്തിലുള്ള സ്പോൺസർഷിപ്പ്
എടുക്കാമെന്ന് ഞങ്ങളോട് അറിയിച്ചിട്ടുണ്ട്. ഈ ഫോമയുടെ മുമ്പോട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും 2 വർഷക്കാലം ഞങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ ഈ അമേരിക്കയിലും അതുപോലെ തന്നെ കേരളത്തിലുമായിട്ട് ചെയ്യാനുണ്ട്. അതിൻ്റെ എല്ലാ വിധത്തിലുള്ള നല്ല കാര്യങ്ങൾക്കും ഞങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് വിമൻസ് ഫോറം, യൂത്ത്, അതുപോലെ തന്നെ നാഷണൽ കമ്മിറ്റി ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് പ്രവർത്തിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും. മേ യു ഹാവ് എ വണ്ടർഫുൾ ഇയർ അഹെഡ്. ഇപ്പം 2024-2026 ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ വാട്ട് ഡു യു ലൈക്ക് ടു ഷെയർ വിത്ത് അസ്? ആദ്യമായിട്ട് ഈ 2024-26 പ്രസിഡന്റ് ബേബി മണക്കൊന്നലിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശക്തമായൊരു ടീമാണ് ഇതിനെ നയിക്കാൻ എത്തിയിരിക്കുന്നത്. പ്രസിഡന്റ് ബേബി മണക്കൊന്നൽ, ട്രഷറർ സിജിൽ പാലക്കിലോടി, ജോയിൻറ്റ് സെക്രട്ടറി പോൾ ജോസ്, വൈസ് പ്രസിഡന്റ് ഷാലു പുന്നൂസ്, ജോയിൻറ്റ് ട്രഷറർ അനുപമ കൃഷ്ണൻ. ഇതിന് മേളിലേക്ക് 54 അംഗങ്ങളുള്ള ഒരു നാഷണൽ കമ്മിറ്റിയും ഇതിൻ്റെ മേളിലേക്ക് ഞങ്ങൾക്ക് കുറച്ച് സബ് കമ്മിറ്റികളും ഉണ്ട്. വളരെ ശക്തമായിട്ടുള്ള ടീമാണ് ഇത്. പ്രസിഡന്റ് ബേബി മണക്കുന്നേലിന് അദ്ദേഹത്തിൻ്റേതായ ചില നല്ല കാഴ്ചപ്പാടുകളുണ്ട്. ഫോമയെ അടുത്ത തലത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളതിൽ. അത് ചാരിറ്റിയുടെ കാര്യത്തിലാണെങ്കിലും $2.5 മില്യൺ ബഡ്ജറ്റാണ് ഞങ്ങളുടെ ട്രഷറർ സിജിൽ പാലക്കിലോട് ഇവിടെ അവതരിപ്പിച്ചത്. അതിൻ്റെ മേളിലേക്ക് ബേബി മണക്കുന്നേലിൻ്റെ സ്വപ്ന പദ്ധതിയായ ഒരു റാഫിൾ ടിക്കറ്റ്, അതിൽ നിന്ന് കിട്ടുന്ന മുഴുവൻ പൈസയും ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാത്രം നീക്കി വയ്ക്കാനാണ് അദ്ദേഹത്തിൻ്റെ ആഗ്രഹം. അതായത് $1.5 മില്യൺ റാഫിൾ ടിക്കറ്റിൻ്റെ ഇനോഗ്രേഷൻ ഇവിടെ നടന്നു. അത് വളരെ നല്ല രീതിയിലുള്ള റെസ്പോൺസാണ് അംഗസംഘടനകളിൽ നിന്ന്, ഞങ്ങളുടെ റീജിയണിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഈ RVPമാരുടെയും നാഷണൽ കമ്മിറ്റികളുടെയും പിന്തുണയോട് കൂടിയിട്ട് ഞങ്ങളുടെ ഈ ടീം കംപ്ലീറ്റ് ആയിട്ട് ചാരിറ്റി പ്രവർത്തനങ്ങളും ഫോമയുടെ മുഖമുദ്രയായ ചാരിറ്റി പ്രവർത്തനങ്ങളും അത് ഇന്ത്യയിലാണെങ്കിലും അമേരിക്കയിലാണെങ്കിലും വളരെ നല്ല രീതിയിൽ തന്നെ കൊണ്ടുപോകാൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതിന് മേഖലയിലേക്ക് ഇവിടെ ഈ ഫോമയുടെ 2 വർഷം കൊണ്ട് റീജിയണിൽ ഏകോപിപ്പിച്ചുകൊണ്ട് പല രീതിയിലുള്ള യൂത്ത് ഫോറം, വിമൻ ഫോറം പോലെ ഒരു എക്സാമ്പിൾ പറയുന്നുള്ളൂ, പല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അതെല്ലാം ഒരു 1 by 1 ആയിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് അതിൻ്റെ ആദ്യ പടിയായിട്ട് ഇതിൻ്റെ ഇനാഗുറൽ ഇവൻറ്റ് വളരെ ഭംഗിയായിട്ട് നടന്നു. അത് വളരെ ഭംഗിയായിട്ട് നടന്നതിൽ ഇവിടെ ഹൂസ്റ്റണിൽ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ടീമുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് വളരെ ഒരു ഉത്സാഹം ഉണ്ടാക്കുന്ന കാര്യമാണ്. ഇതിൻ്റെ ഒരു ഫിനാലെ എന്നുള്ള രീതിയിൽ 2026 നോർത്ത് അമേരിക്ക കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ഒരു കൺവെൻഷൻ ബേബി മണക്കുന്നേലിൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കും. അതിനൊരു സംശയമില്ല. ഞങ്ങൾക്ക് ആവശ്യമുള്ളൊരു ആകപ്പാടുള്ളൊരു സപ്പോർട്ട് ഞങ്ങൾ അംഗസംഘടനകളുടെയും RVPമാരുടെയും നാഷണൽ കമ്മിറ്റികളുടെയും സബ് കമ്മിറ്റികളുടെയും സപ്പോർട്ട്, വളരെ മികച്ച ഒരു ടീമാണ് അദ്ദേഹം ഇവിടെ വിഭാവനം ചെയ്തിട്ടുള്ളത്. ആ ടീമിൻ്റെ സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ ഭംഗിയായിട്ടുള്ള കൺവെൻഷൻ ഇവിടെ നടക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഫോമയുടെ അടുത്ത 2 വർഷക്കാലത്തെ പ്രവർത്തനങ്ങൾ ഭംഗിയായി നടത്തുന്നതിന് വേണ്ടി നമുക്ക് വിമൻസ് ഫോറം ഉണ്ട്, അതുപോലെ തന്നെ യൂത്ത് കമ്മിറ്റിയുണ്ട്. നമ്മൾ എല്ലാവരും കൂടി ഒത്തൊരുമിച്ച് പ്രവർത്തിക്കും. വളരെ സന്തോഷപൂർവ്വം പറയുന്നു, നമ്മുടെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ആശയാണ് വിമൻസ് ഫോറത്തിൻ്റെ സെക്രട്ടറി, അതോടൊപ്പം തന്നെ IPCNA ജോയിൻറ്റ് സെക്രട്ടറിയാണ്. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി എല്ലാവർക്കും, ഞങ്ങളുടെ ടീമിൽപ്പെട്ട എല്ലാവർക്കും, അതുപോലെ തന്നെ ഞങ്ങളോടൊപ്പം പ്രവർത്തിക്കുന്ന നാഷണൽ കമ്മിറ്റിക്കും വ്യക്തമായ രീതിയിലുള്ള കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് അടുത്ത കൺവെൻഷൻ വരെയും അതിന് ശേഷം നീണ്ടു നിൽക്കുന്ന 3-4 മാസം വരെയും ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ഭംഗിയായ രീതിയിൽ കൊണ്ടുപോകും. നമ്മുടെ ഫോമയുടെ അംഗസംഘടനകൾ മെമ്പേഴ്സ് ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു നല്ല ഒരു മോളിലേക്ക് നമ്മുടെ പ്രവർത്തനങ്ങളെ കൊണ്ടു എത്തിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കും. ഏഷ്യനെറ്റ് US വീക്ക്ലി റൗണ്ടപ്പിൻ്റെ എൻറ്റയർ ടീമിൻ്റെ റെപ്രസെൻറ്റേറ്റീവായിട്ട് ഫോമ ഭാരവാഹികൾക്ക് ഞങ്ങളുടെ എല്ലാ ഭാവുകങ്ങളും നൽകുന്നു. വിഷിംഗ് യു ബോത്ത് ഫാബ്യുലസ് 2024-2026. Thank you again for joining us today. US വീക്ക്ലി റൗണ്ട് അപ്പ് അവാർഡ് ബൈ PSG ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ഈ സ്പെഷ്യൽ എപ്പിസോഡ് ഇവിടെ പൂർത്തിയാകുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ദയവായി asianetUSnews@gmail.com എന്ന ഇമെയിലിലൂടെയോ 7324299529 എന്ന വാട്സ്ആപ്പ് നമ്പറിലൂടെയോ ഞങ്ങളെ അറിയിക്കുക. മറ്റൊരു വൈവിധ്യമാർന്ന എപ്പിസോഡുമായി വീണ്ടും കാണാം അടുത്തയാഴ്ച. നന്ദി, നമസ്കാരം.